ഹലോ വെൽക്കം ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ് ഓഫ് ബി മോട്ടിവേറ്റഡ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാബിറ്റാണ്. നല്ല ഹാബിറ്റ് എന്നത് നല്ല സ്വഭാവത്തിൻ്റെ അടയാളമാണ്. ശീലം എന്നത് രണ്ട് തരത്തിലാണ്, നല്ല ശീലമുണ്ട്, ചീത്ത ശീലമുണ്ട്. ദാറ്റ് മീൻസ് ഗുഡ് ഹാബിറ്റ് ആൻഡ് ബാഡ് ഹാബിറ്റ്. എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിൻ്റെ പാസ്വേഡ് എനിക്കറിയാം, പക്ഷേ എന്നാലൊരു ക്യൂരിയോസിറ്റിനെ പുറത്ത് ഞാൻ തെറ്റായ പാസ്വേഡ് അടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഫോൺ ലോക്കാവുകയും ചെയ്തു. ലാസ്റ്റ് ഞാൻ ഫോൺ ലോക്കായതിനു ശേഷം ശരിയായ പാസ്വേഡ് അടിച്ചു നോക്കി, ഒരു കാര്യവുമില്ല. സെയിം അവസ്ഥ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് ഓരോരുത്തർക്കും നല്ല ഗോളുകളുണ്ട്, പക്ഷേ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയുന്നില്ല. ആദ്യം നമ്മൾ നമ്മുടെ ശീലങ്ങളെയാണ് മെച്ചപ്പെടുത്തിയെടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ. നമുക്ക് ഗോളുകളുണ്ട്, എന്തെങ്കിലും ആയിത്തീരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നൊക്കെയുണ്ട്. ബട്ട് നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ഡിസ്ട്രാക്ഷനുകൾ, എക്സ്ക്യൂസുകൾ നമ്മളെ ലൈഫിൽ ലോക്കാക്കി വയ്ക്കും. തെറ്റായ പാസ്വേഡ് അടിച്ച ഫോണ് പോലെ നല്ല ഹാബിറ്റുകൾ കൊണ്ടുവന്നാൽ അത് കൺസിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായി നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ കോമ്പൗണ്ടിങ് എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ മാത്രമേ ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആവുള്ളൂ. ഹാബിറ്റ് കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇനി കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ജസ്റ്റ് 1% ബെറ്റർ എവറി സിംഗിൾ ഡേ എന്നാണ്. എല്ലാ കാര്യവും ഒരു ദിവസം ചെയ്യുന്നതിന് പകരം ഓരോ കാര്യവും എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. അതുതന്നെയാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് നമ്മളത് 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ശീലമായി മാറുകയും പിന്നീട് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ശീലം ജസ്റ്റ് റൈറ്റിംഗ് ജേർണൽസ് സ്റ്റാർട്ട് ചെയ്യുക. അതങ്ങനെ തന്നെ 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ശീലങ്ങൾ പഠിച്ചു, 2 ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അത് 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്ത് 3ാമത്തെ ശീലം തുടങ്ങും. ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാബിറ്റാക്കി മാറ്റാം. അപ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ട്രൈ ചെയ്യുക. ആൻഡ് ദാറ്റ് ദ തിങ് വി ക്യാൻ ഡു ഫോർ ടു ബി കൺസിസ്റ്റൻറ്റ്. പിന്നൊരു കാര്യം, ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്. ബൈ ഫ്രം ബി മോട്ടിവേറ്റഡ്.